എന്തെങ്കിലും ഏറ്റക്കുറവുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇന്ന് ശാസ്ത്രലോകത്തിന് തെറ്റുപറ്റിയാലും വിശുദ്ധമായ ഖുർആനിന് തെറ്റുപറ്റുകയില്ല എന്നതിലെ സത്യം എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു തരട്ടെ. പണ്ട് കാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ നാം പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് സൂര്യന് എന്താണ് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്, അതിനെ വലയം ചെയ്യുന്ന മറ്റ് ഗ്രഹങ്ങള് ആ സൂര്യൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പഠിച്ചെങ്കിൽ പിൻകാലത്ത് എന്റെ പ്രിയപ്പെട്ടവരെ 2023 ISROയിലെ പേടകം എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ നിന്ന് ആ ബഹിരാകാശത്തേക്ക് കുതിച്ചുയർന്നപ്പോൾ അവിടുത്തെ പഠനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താ പ്രിയപ്പെട്ടവരെ? അതായത് സൂര്യന് ചലിച്ചു കൊണ്ടിരിക്കുകയാണ്, സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മറ്റു ഗ്രഹങ്ങളും എന്റെ പ്രിയപ്പെട്ടവരെ അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് വലയം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പഠനങ്ങൾ തെളിയിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ശാസ്ത്രലോകത്തിന് തെറ്റുപറ്റിയില്ലേ? അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഇന്നും വീണെടുത്ത് കിടന്ന് ഉരുളുന്ന ഒരു കാര്യമായി ശാസ്ത്രലോകത്തിന് മാറിയിരിക്കുന്നത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഉത്ഭവം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ മനുഷ്യന്റെ ഉത്ഭവത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. അതായത് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെയും മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹായുടെയും മക്കളാണ് നാം എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഇന്നുണ്ടായത് ഡാർവിന്റെ സിദ്ധാന്തത്തില് ഇന്ന് കുരങ്ങൻ വാല് മുറിച്ച് മനുഷ്യനായി എന്ന് തെറ്റായ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിന്റെ വാതായനം തുറന്നു കൊടുക്കുമ്പോ ശരിയായ വിദ്യാഭ്യാസത്തിന്റെ വാതായനം വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ ഏറ്റവും നല്ല മെച്ചപ്പെട്ട നിലയിലാണ് ഞാൻ പടച്ചിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ ആ ഒരു സൃഷ്ടിപ്പ് അല്ലാഹനെ നാം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, ഇന്ന് ഖുർആൻ പിറകെയാണ്, അതുപോലെ ഖുർആൻ പിറകെയാണ് സഞ്ചരിക്കുന്നത്, ശാസ്ത്രലോകമാണ് മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ് നിരീശ്വര ചിന്തകള് കുത്തി നിറയ്ക്കുന്ന നിരീശ്വരവാദികളോട് പറയട്ടെ, ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ഖുർആനിനെ മറികടന്നുകൊണ്ട്, ഈ വിശുദ്ധമായ ഖുർആനിനെ മറികടന്നുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ മതങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിരീശ്വര ചിന്തകളെ കൊണ്ടുവന്ന് എന്റെ പ്രിയപ്പെട്ടവർ ഒരു കൂട്ടം ആധുനികമായ സംവിധാനങ്ങൾ കൊണ്ട് മനുഷ്യനെയും ടെക്നോളജികൾ കൊണ്ട് റോബോട്ടുകളെയും ഉണ്ടാക്കുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, അതിന്റെ കൺപീലി ഒന്ന് വളരുന്നതിന് വേണ്ടി, അതിന്റെ രോമങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി, അതിന്റെ നഖങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി ഒരു ഹ്യൂമൻ ബോഡിക്ക് എന്റെ പ്രിയമുള്ളവരെ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം. എന്നാൽ കൺപീലി ഒന്ന് വളരുന്നതിന് വേണ്ടി, ആ ഒരു രോമങ്ങളൊന്ന് വളരുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ നഖങ്ങളൊന്ന് വളരണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ആ ശരീരത്തിൽ റൂഹ് വേണം, ആത്മാവ് വേണം. അതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയുമോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം. അള്ളാന്റെ റസൂലിനോട് പറയുകയാണ്, റൂഹിനെ കുറിച്ച് അങ്ങയോട് ചോദിക്കപ്പെട്ടാല് നബിയെ കുൽ പറയുക, മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ അധീനതയിൽപ്പെട്ടതാണ് റൂഹ് എന്നത്. വമാ ഊതീതുഹും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അതിനെക്കുറിച്ച് വളരെ തുച്ഛമായ അല്പമല്ലാതെ അറിവുകൾ മനുഷ്യന് ലഭിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം, വിശുദ്ധമായ ഖുർആന് എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞുപോയ കാലഘട്ടത്തെയും വർത്തമാന കാലത്തെയും ഇനി വരാനിരിക്കുന്ന കാര്യത്തെയും സൂചിപ്പിക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥമാണ്, അത്ഭുത ദൈവിക ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഇനി വരും കാലത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു തരട്ടെ പ്രിയപ്പെട്ടവരെ. ഇന്ന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നുണ്ടല്ലോ വെറും കളിതമാശകളായി കെട്ടുകഥകളാന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നടക്കുന്ന ചില ആളുകളോട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം അവസാനിക്കുമെന്നതിൽ ഇപ്പോൾ സംശയമില്ലാതായി ഏകദേശം ജനങ്ങൾക്ക് മാറിയിരിക്കുകയാണ്. ISROയിലെ ചെയർമാന് അവിടുന്ന് ചന്ദ്രയാൻ 3 എന്തേ പേടകമിറക്കിയപ്പോൾ സൂര്യൻ അവസാനിച്ചു പോകുമെന്നതില് യാതൊരു സംശയമില്ല എന്ന് പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു. എന്നാൽ ഈ ഖുർആൻ കഴിഞ്ഞു പോയതിനെ കുറിച്ചും വർത്തമാന കാലത്തെക്കുറിച്ചും വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചും എന്റെ പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ. ഇനി വരും കാലത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം വിശുദ്ധമായ ഖുർആനിലുണ്ട്, പറഞ്ഞു തരട്ടെ. വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു,